എന്താണ് ഉദാഹരണ പ്രശ്നത്തിനുള്ള ട്രീറ്റ്മെൻറ്റ്? ഗുളികകളാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. ലിംഗത്തിനകത്തേക്കോ മൂത്രനാളികളിലേക്കോ മരുന്നുകൾ കടത്താം. ഫിനൈൽ പ്രോസസ്സ് ലാസ്റ്റ് ലൈൻ ഓഫ് തെറാപ്പി ആയിട്ട് യൂസ് ചെയ്യാം. ഉദാഹരണ പ്രശ്നത്തോടൊപ്പം തന്നെ ശീഘ്രസ്ഖലനവും ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. 30% പുരുഷന്മാർ ശീഘ്രസ്ഖലനം അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണ പ്രശ്നം ഉള്ള ഒരാൾക്ക് അയാൾക്ക് മെഡിക്കൽ ഡിസോർഡർ ഉണ്ടോ, ലഹരിയുടെ ഉപയോഗമുണ്ടോ എന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. മെഡിക്കൽ ഡിസോർഡറും ലഹരിയുടെ ഉപയോഗവും ഉദാഹരണ പ്രശ്നത്തിന് കാരണമാണ്. അവർക്ക് സ്വവർഗ രീതിയിൽ താല്പര്യമുണ്ടോ, ഫോണോഗ്രാഫിക്ക് അഡിക്ഷനുണ്ടോ, അവർക്ക് പങ്കാളിയോട് മാനസികപരമായിട്ട് വിരക്തിയുണ്ടോ എന്നുള്ള കാര്യങ്ങളും ക്രമേണ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. രതി വൈകൃതങ്ങളിൽ അവർക്ക് താല്പര്യമുണ്ടോ എന്നും നമ്മൾ അറിയണം. ആരോഗ്യയുടെ ടെസ്റ്റീസ് നമ്മൾ എക്സാമിൻ ചെയ്യണം, പിനീസ് എക്സാമിനേഷൻ ചെയ്യണം, വാസ്കുലർ എക്സാമിനേഷൻ ചെയ്യണം. അവിടെ നമ്മുടെ രോഗിയോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഉദാഹരണം കിട്ടുമോ എന്ന് നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ? രണ്ട്, നിങ്ങൾക്ക് ലിംഗം അകത്ത് കടത്താൻ പറ്റും എന്ന് കോൺഫിഡൻ്റ് ആണോ? മൂന്ന്, ലിംഗം അകത്ത് കടത്തിയാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് കോൺഫിഡൻ്റ് ആണോ? 4, ഈ ഇൻ്റർകോഴ്സ് തീരുന്നത് വരെ ആ ലിംഗം അകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ഉറപ്പുണ്ട്. 5, ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് താങ്കൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ലൈംഗിക പ്രശ്നങ്ങൾ ഉള്ളവർ ചെയ്യേണ്ട ടെസ്റ്റുകൾ ഗ്ലൈക്കോസിലെസ്ബി എല്ലാവരും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഷുഗർ കൺട്രോൾ അറിയുവാൻ അത് നമ്മളെ സഹായിക്കും. അവരുടെ കൊഴുപ്പിൻ്റെ അളവും ഹോർമോൺ ടെസ്റ്റുകളും നമ്മൾ ചെയ്യണം. ഹോർമോൺ ടെസ്റ്റുകളിൽ തൈറോയിഡും പ്രൊലാക്റ്റിനും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്ക്രോട്ടൽ അൾട്രാസൗണ്ടിൽ ടെസ്റ്റീസ് പ്രശ്നത്തിലുണ്ടോ, ടെസ്റ്റീസ് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടോ, വേരിക്കോസിലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ക്യാൻസർ ഉണ്ടോ, ടെസ്റ്റീസിന് ട്രോമ ഉണ്ടോ, ടോർഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നും അറിയേണ്ടതായിട്ടുണ്ട്.